ബഹുമാന്യരായ സജ്ജനങ്ങൾക്ക് ശ്രീ മഹാദേവ ജ്യോതിഷ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. 2025 നവരാത്രിയും വിദ്യാരംഭവും ആയി ബന്ധപ്പെട്ട ചെറിയ ഒരു വിവരണം സജ്ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഇക്കൊല്ലവും 4 ദിവസങ്ങളിലായാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നതെന്ന് നമുക്കറിയാം. പൂജവയ്പ് അഥവാ ഒന്നാമത്തെ ദിവസം സെപ്റ്റംബർ 29-ാം തീയതി കന്നിമാസം 13-ാം തീയതി വൈകിട്ട് 4:30 ശേഷം അഷ്ടമി തിഥി കൊണ്ടാണ് പൂജവയ്പ്. അന്ന് പൂജവയ്പ്പിന് ശേഷം സരസ്വതി പൂജ തുടങ്ങുകയായി. ഈ ദുർഗാപൂജയും പുസ്തകപൂജ അഥവാ സരസ്വതി പൂജ, വാഗീശ്വരി പൂജ എന്നിങ്ങനെയൊക്കെയുള്ളതായ പൂജകളൊക്കെയാണ് ഒന്നാമത്തെ ദിവസം വൈകിട്ട് നടത്തുക. വിശേഷമായ നിവേദ്യങ്ങളോടുകൂടി പൂജകളൊക്കെ നടത്തും. രണ്ടാമത്തെ ദിവസം പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല. അന്ന് ദിവസം പൂജ വയ്ക്കുക എന്നുള്ളതാണ്. അന്നും ഈ ദുർഗാ പൂജകളൊക്കെ തന്നെയാണ്, ദുർഗാ വിധാനത്തിലുള്ള, സരസ്വതി വിധാനത്തിലുള്ള പൂജകളൊക്കെ തന്നെയാണ്. മൂന്നാമത്തെ ദിവസം, അതായത് ഒക്ടോബർ 1-ാം തീയതി, അന്ന് കന്നി 15, അന്ന് വൈകിട്ടാണ് നവമി തിഥിയുള്ളത്. അപ്പോൾ നവമി തിഥിയാണ് ആയുധ പൂജയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസമാണ് ആയുധമൊക്കെ പൂജ വയ്ക്കുക. ആയുധങ്ങൾ പൂജ വയ്ക്കുകയും ഈ ദിവസത്തിലാണ്. അതിനൊരു വിശേഷമുണ്ട്. അശ്വിന മാസത്തിലെ ശുക്ല നവമി മധ്യാഹ്നത്തിൽ വരുന്ന ദിവസം മഹാനവമിയാകുന്നു. അന്ന് 3 നേരവും സരസ്വതിയെ പൂജിക്കണം. 2 ദിവസങ്ങളിൽ നവമി തിഥി ഉണ്ടെങ്കിൽ ദിനമധ്യത്തിൽ ഈ നവമി തിഥി വന്നാൽ ആ 2 ദിവസവും മഹാനവമിയായി തന്നെ സ്വീകരിച്ചു കൊള്ളണം. 2 ദിവസവും മധ്യാഹ്നത്തിൽ നവമി ഇല്ലെങ്കിൽ വിജയദശമിയുടെ തലേന്നാൾ നവമിയായി സ്വീകരിച്ചിട്ട് പൂജ 3 നേരവും നവമി പൂജ, സരസ്വതി പൂജ നടത്തണം. ഇതാണ് ഒരു സമ്പ്രദായം ഉള്ളത്. ഇനി ഒരു വിശേഷമുള്ളത് എന്തെന്നാൽ, ഈ 2 ദിവസം മഹാനവമി കണ്ടാൽ ചിലപ്പോൾ 11-ാം ദിവസത്തിലേക്ക് എത്തും വിജയദശമി അഥവാ വിദ്യാരംഭം എന്നതും കണ്ടിട്ടുണ്ട്. ഇനി ഗ്രന്ഥം വയ്ക്കുന്നത് അഷ്ടമി പകലുള്ളപ്പോൾ തന്നെയാകണം എന്ന് നിർബന്ധമുണ്ട്. ഈ ശുക്ല പ്രതിപദം മുതൽ നവരാത്രി തുടങ്ങുന്നതാണ്. മഹാനവമി എന്നത് 9-ാം ദിവസമായിരിക്കണമെന്നുമുണ്ട്. ഇതിന് മധ്യാധിമാസദോഷം ചിന്തിതമല്ലെന്നും അറിഞ്ഞുകൊള്ളണം. 9 ദിവസത്തെ ദേവീപൂജയാണ് നവരാത്രി ആഘോഷത്തിലെ പ്രധാനം. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, യോഗമായ, കഥന്തിക, ശാകംഭരി, ശ്രീദുർഗ, ഭ്രമരീദേവി, ചണ്ഡിക തുടങ്ങി 9 രൂപങ്ങളിൽ ദേവിയെ ആരാധിക്കുന്നു. കുമാരി പൂജയും വിശേഷമായി പലയിടത്തും കണ്ടുവരാറുണ്ട്. ദേവി മാഹാത്മ്യം, ദേവി പുരാണങ്ങൾ ഇതൊക്കെ വായിക്കുന്നതും കേൾക്കുന്നതും, അതുപോലെ ദുർഗാഷ്ടമി നാളിൽ രാഹു പൂജ ചെയ്യുന്നതും പൂജ വയ്ക്കുന്നതും അക്ഷരം കുറിക്കുന്നതുമൊക്കെ വിശേഷമാണ് എന്ന് നമ്മൾക്ക് അറിയാം. ദശമിക്കാണ് അക്ഷരം കുറിക്കുന്നത്. ശ്രീരാമചന്ദ്രൻ ഈ ദിവസമാണ് രാവണനെ വധിച്ചതെന്നും, അതുപോലെ അജ്ഞാതവാസകാലത്ത് അർജുനൻ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിനു വേണ്ടി ആയുധം ധരിച്ചതും ഈ ദിവസമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതാണ് അശ്വിന മാസത്തിലെ ശുക്ലപക്ഷ ദശമി. വിശേഷമായി ആയോധന കലകൾ പഠിക്കുവാനും അക്ഷരാഭ്യാസം കുറിക്കുവാനും വേദാധ്യയനം ചെയ്യാനും ഒക്കെ വിശേഷമായി കണ്ടുവരുന്നത്. അപ്രകാരം 3-ാം ദിവസം ഒക്ടോബർ 2-ാം തീയതി 2025 കന്നിമാസം 16-ാം തീയതി രാവിലെ ദശമി തിഥി കൊണ്ട് പൂജയെടുക്കലും വിദ്യാരംഭവും അന്ന് രാവിലെ 9:19 മുമ്പായിക്കൊണ്ട് തന്നെ വേണം വിദ്യാരംഭവും പൂജ എടുക്കുന്നതും ആദ്യാക്ഷരം കുറിക്കുന്നതും ഒക്കെ. വിദ്യാദേവതയായ സരസ്വതി ദേവിക്ക് വിശേഷമായി പൂജ നടത്തുന്നതും സർവഗുരുവായിരിക്കുന്ന, സർവ ചരാചരങ്ങളുടെയും ഗുരുവായി കണക്കാക്കുന്ന ശ്രീ ദക്ഷിണാമൂർത്തി ഭഗവാനെ, ശിവൻ്റെ പരിവാരമായി കണക്കാക്കുന്ന ദക്ഷിണാമൂർത്തി ഭഗവാനെ വിശേഷിച്ച് പൂജ കഴിക്കുന്നതും, ദക്ഷിണാമൂർത്തി അഷ്ടകം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുന്നതും
ഒക്കെ നല്ലതാണ്, വളരെ വിശേഷമാണ്. ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് പോലും അന്നേ ദിവസം വളരെ വിശേഷമായി കണക്കാക്കപ്പെടുന്നു. ഏറ്റവും വലിയ ഗുരു നിന്ദയൊക്കെ ചെയ്തിട്ടുള്ളവർക്കും ഏറ്റവും വലിയ ഗുരുശാപമുള്ളവരുമൊക്കെ ദക്ഷിണാമൂർത്തിയെ ഭജിക്കാനാണ് പറയുക. ദക്ഷിണാമൂർത്തി പൂജ കഴിച്ച് അവിടെ നമസ്കരിക്കാനാണ് പറയുക. അപ്പോൾ അത്രയും വിശേഷമായ ദക്ഷിണാമൂർത്തിയൊക്കെ ഈ ദിവസം ഭജിക്കുന്നതും ദക്ഷിണാമൂർത്തി അഷ്ടകം ജപിക്കുന്നതും ദക്ഷിണാമൂർത്തി സ്തോത്രങ്ങൾ ജപിക്കുന്നതൊക്കെ ഈ ദശമി ദിവസം, വിദ്യാരംഭ ദിവസം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ഇപ്രകാരം എല്ലാവരും അനുഷ്ഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ശ്രേയസ്സും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ. എല്ലാവിധ വിദ്യാഗുണങ്ങളും ഉണ്ടാകട്ടെ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. നന്ദി. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.